ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ BA BCom ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി ഭാഗങ്ങളാണെന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ലൈക്ക് ഒക്കെ തരിക. അതേപോലെ തന്നെ പെയ്ഡ് നോട്ട്സും പെയ്ഡ് അസൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അത് ഈ ലീഗൽ ലിറ്ററസീൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അസൈൻമെൻറ്റ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. ഇതിൻ്റെ മാത്രമല്ല പല സബ്ജക്റ്റുകളുടെയും നോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതാണ് ഇനി നമുക്ക് അടുത്തതിൽ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പറയാനുള്ള ഫസ്റ്റ് ഭാഗം വരുന്നത്. അതിലാദ്യം വരുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആണ്. നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? നിയമവ്യവസ്ഥയിൽ നീതിയും ന്യായവും നിഷ്പക്ഷതയും ഉറപ്പാക്കുന്ന ഒരു അടിസ്ഥാന ആശയമാണ് നീതി എന്ന് പറയുന്നത്. അതേ പ്രധാന തത്വങ്ങളിൽ ഒന്നാമത്തത് ന്യായമാണ്. ന്യായം എന്ന് പറഞ്ഞാൽ പക്ഷപാതമില്ലാതെ എല്ലാ വ്യക്തികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ സമത്വം, അത് ഏകദേശം അതേ അർത്ഥം. നീതിയുക്തമായ ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നത് എല്ലാ പൗരന്മാർക്കും അതിനുവേണ്ടിയുള്ള അവസരങ്ങളും സംരക്ഷണവും ഒക്കെ നിയമപരമായിട്ട് ഉറപ്പ് കൊടുക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ആനുപാതികതയാണ്. ശിക്ഷകളുടെ കാഠിന്യം ചെയ്ത കുറ്റത്തിന് ആനുപാതികമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ആനുപാതികത. അടുത്തത് നിയമാനുസൃതമായ നടപടിക്രമങ്ങളാണ്. നിയമ നടപടികൾ സ്ഥാപിത നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായിരിക്കണം എന്നാണ് അതിൽ പറയുന്നത്. നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ. ഇനി അടുത്തത് പുനഃസ്ഥാപിക്കുന്ന നീതിയാണ്. കുറ്റവാളികളും അതുപോലെ ഇരകളും ഒക്കെ സമൂഹവും തമ്മിലുള്ള അവരുടെ ഒരു അനുരഞ്ജനത്തിലൂടെ സംഭാഷണത്തിലൂടെയൊക്കെ ക്രിമിനൽ സ്വഭാവം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ പരാമർശിക്കുന്നതാണ് ഈ സമീപനം ഊന്നൽ കൊടുക്കുന്നത്. ഇത്രയാണ് അതിൻ്റെ തത്വങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ന്യായം, സമത്വം, ആനുപാതികത, നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ, പുനഃസ്ഥാപിക്കുന്ന നീതി. ഇത്രയാണ് അതിൽ വരുന്നത് കേട്ടോ. ഇനി ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഭാരതീയ നാഗരിക സംഹിത. ഭാരതീയ നാഗരിക സംഹിതയുടെ, അതായത് BNSSൻ്റെ ആമുഖവും വ്യാപ്തിയും. BNSS എന്ന് വരും കേട്ടോ. എന്താണ്? ഭാരതീയ നാഗരിക സംഹിത, സുരക്ഷാ സംഹിത, അതാണ് SS വരുന്നത്. സുരക്ഷാ സംഹിത എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പൊതു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഇന്ത്യയിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര നിയമനിർമ്മാണ ചട്ടക്കൂടാണ്. നിലവിലുള്ള ചില നിയമങ്ങൾ നവീകരിക്കാനും, അതായത് പുതുക്കാനും മാറ്റി സ്ഥാപിക്കാനും ഇത് ശ്രമിക്കുന്നുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അതുപോലെ സുരക്ഷാ മാർഗങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ നടപടികൾ, പൗരാവകാശ ലംഘനങ്ങളുടെ സംരക്ഷണം എന്നിവ പരിഹരിക്കുന്നതിന് സജീവമായിട്ട് ഊന്നൽ നൽകുന്നതാണ് ഇത്. ഇനി BNSSൻ്റെ വ്യാപ്തിയാണ്. BNSSൻ്റെ വ്യാപ്തി ഇന്ത്യയിലെ എല്ലാ വ്യക്തികളെയും നിയമപരമായ സ്ഥാപനങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ വിശാലമായ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കുക. ഒന്ന്, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, അത് BNSSൻ്റെ കീഴിൽ വരും. പിന്നെ നിയമനിർവഹണ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കുന്നത്. പിന്നെ മറ്റൊന്നത് പൗരസംരക്ഷണം, പൗരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം. ഇത്രയാണ് അതിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്. ഇനി അതിൻ്റെ ഉദ്ദേശവും പ്രായോഗികക്ഷമതയും നോക്കുക. ഉദ്ദേശം നോക്കുക ആദ്യം നമുക്ക്. BNSSൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പറയാം അല്ലേ. ഒന്ന്, പൗരന്മാരുടെ സംരക്ഷണമാണ്, രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണം. രണ്ടാമത്തത് കാര്യക്ഷമമായ നിയമനിർവഹണം. മൂന്നാമത്തത് ന്യായമായ വിചാരണയും നീതിയും. നാലാമത്തത് ടെക്നോളജിക്കൽ അപ്ഡേഷനാണ്. സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിൽ അപ്ഡേഷൻ വരുത്താം. പിന്നെ നടപടിക്രമങ്ങളുടെ ലഘൂകരണം, നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ആക്കി തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അതിൻ്റെ പ്രയോഗക്ഷമതയാണ്. പ്രദേശത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും BNSS ബാധകമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇന്ത്യയിൽ കേട്ടോ, അത് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യൻ പൗരന്മാരായിരിക്കുക ആളുകൾ. അങ്ങനെയാണ് BNSSൻ്റെ വ്യവസ്ഥകൾ എല്ലാ പൗരന്മാർക്കും ഇന്ത്യക്കുള്ളിലുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പരിഗണിക്കാതെ തന്നെ സാർവത്രികമായിട്ട് ബാധകമാണ്. ഇന്ത്യൻ പൗരനാണെങ്കിൽ വിദേശത്താണെങ്കിൽ പോലും ഇതിന് ബാധകമാണ്. പിന്നെ വിദേശ പൗരന്മാർക്ക്, ഇന്ത്യൻ മണ്ണിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വിദേശ പൗരന്മാർക്ക് BNSS പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കോർപ്പറേറ്റ് നിയമപരമായ സ്ഥാപനങ്ങൾ എന്നിവയിൽ. പിന്നെ അധികാര പരിധിയിലുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് പുറത്ത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ നിയമം ബാധകമായിരിക്കും എന്നുള്ള. ഇനി അതിൻ്റെ നിർവചനങ്ങളും പൊതുവ്യവസ്ഥകളും തന്നിട്ടുണ്ട്. നിർവചനങ്ങൾ നോക്കാം നമുക്ക് BNSSൻ്റെ.
BNSSന് അതിൻ്റെ വ്യവസ്ഥകളുടെ വ്യാപ്തിയും വ്യാപനവും വ്യക്തമാക്കുന്നതിന് പദങ്ങളുടെ വിശദമായ ഒരു ഗ്ലോസറി നൽകിയിട്ടുണ്ട്. ചില പ്രധാന നിർവചനങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും. കുറ്റം എന്ന് പറയുമ്പോൾ എന്താണെന്നാണ്. BNSS പ്രകാരം ശിക്ഷാർഹമായ ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ട പ്രവൃത്തിയാണെന്ത് കുറ്റം എന്ന് പറയുന്നത്. പിന്നെ പൊതുസേവകൻ എന്ന് പറയുന്നതോ നിയമ നടപടി നടപ്പിലാക്കുന്നതിനോ പൊതുജനങ്ങളുടെ സംരക്ഷണത്തിനോ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ജീവനക്കാരനെയാണെന്ന് പറയാം പൊതുസേവകൻ എന്നതിലുണ്ട്. പിന്നെ അന്വേഷണം എന്നുള്ളതുണ്ട്. നിയമനിർവഹണ ഏജൻസികൾ തെളിവുകൾ ശേഖരിക്കുകയും പ്രതികൾക്കെതിരെ ഒരു കേസ് നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അന്വേഷണത്തിന് കൊടുത്തിട്ടുള്ള നിർവചനം. ഇനി അറസ്റ്റിനാണെങ്കിലോ നിയമ നടപടികൾക്ക് അനുസൃതമായി കുറ്റകൃത്യം ചെയ്തതായിട്ട് സംശയിക്കുന്ന ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുന്ന പ്രവൃത്തിയാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ വൺ വേർഡ് വരും കേട്ടോ, അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. അതാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോന്നെടുത്ത് പറയുന്നത്. ഇനി തെളിവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കേസിൽ ഒരു വസ്തുത തെളിയിക്കുന്നതിനോ അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയ ഏതെങ്കിലും മെറ്റീരിയലോ സാക്ഷ്യമോ ആണ് തെളിവ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പൊതുവ്യവസ്ഥകൾ നോക്കാതില്ലേ. നിയമം എങ്ങനെ വ്യാഖ്യാനിക്കണം പ്രയോഗിക്കണം എന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും BNSSന്റെ പൊതുവ്യവസ്ഥകളിൽ നിരത്തുന്നുണ്ട്. ഈ വ്യവസ്ഥകൾ നിയമ നടപടികളിൽ സ്ഥിരതയും വ്യക്തതയും ഉറപ്പാക്കുന്നുമുണ്ട്. അപ്പോൾ അതിലെ പൊതുവായ ചില വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അത് പ്രത്യേകം തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനാണ്. നിയമം ബാധകമാകുന്ന മേഖലകളെ പ്രത്യേകമായിട്ട് വ്യക്തമാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നടപ്പിലാക്കലാണ്. പിന്നെ നിരപരാധിത്വത്തിൻ്റെ അനുമാനമാണ് മറ്റൊന്ന്. അതായത് ഒരു യോഗ്യതയുള്ള കോടതി കുറ്റക്കാരനാണ് തെളിയിക്കുന്നത് വരെ ആരോപിതനായിട്ടുള്ള ഓരോ വ്യക്തിയെ എന്ത് ചെയ്യണം, നിരപരാധിയായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. പിന്നെ ഒന്ന് വരുന്നത് നിയമപരമായ പ്രാതിനിധ്യത്തിനുള്ള അവകാശമാണ്. അഞ്ചാമത്തത് പ്രവർത്തനങ്ങളുടെ പരിധി. ആറാമത്തത് നിയമപാലകരുടെ അധികാരങ്ങൾ കേട്ടോ. ഇനി ദേശീയ സുരക്ഷയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളുണ്ട്. ഒഫൻസ് അഗെയിൻസ്റ്റ് നാഷണൽ സെക്യൂരിറ്റി. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. 3 എണ്ണമാണ് ദേശീയ സുരക്ഷയ്ക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കുക. ഒന്ന് ഉപജാപം എന്ന് പറയും. രണ്ടാമത്തത് ചാരവൃത്തി. മൂന്നാമത്തത് രാജ്യദ്രോഹം. അപ്പോൾ ഇതാണ് ദേശീയ സുരക്ഷയ്ക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കുക. ഇനി പരമാധികാരത്തെ അട്ടിമറിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കുക. വിഘടന പ്രസ്ഥാനങ്ങളാണ് ഒന്നാമത്തത്. വിഘടന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഐക്യത്തെയും വെല്ലുവിളിക്കുന്ന, ഇന്ത്യയിൽ നിന്നൊരു പ്രദേശത്തെ വേർപ്പെടുത്തുന്നതിന് വേണ്ടി വാദിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത്, വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് സായുധ കലാപവും മറ്റ് കലാപങ്ങളുമാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നതിനോ അതുപോലെ തന്നെ പ്രാദേശിക അഖണ്ഡതയെ വെല്ലുവിളിക്കുന്നതിനോ ദേശീയ സ്ഥിരതയെ തടസ്സപ്പെടുത്തുന്നതിനോ ഉള്ള സായുധ സായുധം എന്ന് പറഞ്ഞാൽ ആയുധമേന്തിയുള്ള അല്ലെങ്കിൽ അല്ലാതെയുള്ള അക്രമങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇനി പൊതുക്രമവും ശാന്തതയുമാണ്. പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി. നിയമവിരുദ്ധമായ കൂടിച്ചേരലുകൾ കലാപവും അതുപോലെ നിയമവിരുദ്ധ സമ്മേളനങ്ങൾ കലാപങ്ങളും ഒക്കെയാണ് അതിൽ വരും. രണ്ടാമത്തത് പൊതുശല്യവും അസ്വസ്ഥതകളുമാണ്. പൊതുശല്യം എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവെ ആളുകൾക്ക് പൊതുയിടങ്ങളിൽ ശല്യം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ. ഇനി മനുഷ്യ ജീവിതത്തിനും ശരീരത്തിനും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ബോഡി. ഒന്ന് കൊലപാതകം, കുറ്റകരമായ നരഹത്യ, ആക്രമണം. രണ്ടാമത്തത് തട്ടിക്കൊണ്ടുപോകലും ലൈംഗിക കുറ്റകൃത്യങ്ങളും. പിന്നെ സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. മോഷണം, കവർച്ച, പിടിച്ചുപറി, അത് സ്വത്തിനെതിരായിട്ടുള്ള. രണ്ടാമത്തത് ക്രിമിനൽ അതിക്രമവും വസ്തുവകകളുടെ നാശവുമാണ്. ഇനി സൈബർ ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? ഐഡൻറ്റിറ്റി മോഷണം, ഹാക്കിങ്, വഞ്ചന ഒന്ന്. രണ്ടാമത്തത് സൈബർ ഭീഷണിയും ഡിജിറ്റൽ ഉപദ്രവവുമാണ് കേട്ടോ. എന്താണ് ഈ ഐഡൻറ്റിറ്റി മോഷണം എന്ന് പറഞ്ഞാൽ? ആൾമാറാട്ടം നടത്തുന്നതിനാണ് ഐഡൻറ്റിറ്റി മോഷണം എന്ന് പറയുക. ഇനി സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണമാണ്. ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം അനുഭവിക്കുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കുക. ബാലപീഡനവും ബാലപീഡനം ഒഴിവാക്കുക, ബാലനീതി നടപ്പിലാക്കുക. പിന്നെ നിയമപാലകരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റ്, അതിനുവേണ്ടിയുള്ള അന്വേഷണം, തിരച്ചിൽ, പിന്നെ പിടിച്ചെടുക്കൽ, ആളായാലും വസ്തു ആയാലും അത് പിടിച്ചെടുക്കൽ. പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങളും പരിമിതികളും അതിന് കീഴിൽ വരുന്നുണ്ട്. BNSSന് കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് ഉത്തരവാദിത്തങ്ങളാണ്. ക്രമസമാധാന പാലനം, കുറ്റകൃത്യങ്ങൾ തടയൽ, പൗരന്മാരെ സംരക്ഷിക്കൽ, അന്വേഷണം, അറസ്റ്റ്, പൊതുസുരക്ഷ, അതൊക്കെ ആരുടെ ഉത്തരവാദിത്തങ്ങൾ? പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്നതാണ്. പരിമിതികളുണ്ട്. അതൊക്കെയാണ് നിയമനിർവഹണ ഏജൻസികൾ അധികാര ദുർവിനിയോഗം തടയുന്ന നിയമങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കൽ, പീഡിപ്പിക്കൽ അല്ലെങ്കിൽ അമിതമായ ബലപ്രയോഗം എന്നിവയ്ക്കുള്ള വിലക്കുകളുണ്ട് അവർക്ക്. BNSSൻ്റെ ഈ ഘടന ക്രിമിനൽ നിയമങ്ങളും പൊതുസുരക്ഷ, പൗരസംരക്ഷണം എന്നിവയുടെ വിവിധ വശങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ഇനി ജുഡീഷ്യൽ പ്രോസസ് ആൻഡ് ഫെയർ
ട്രയൽസാണ്. അതായത് ജുഡീഷ്യൽ പ്രക്രിയകളും ന്യായമായ വിചാരണകളുമാണ് അതിൽ വരുന്ന അടുത്തത്. നോക്കുക, ഒന്ന് കുറ്റാരോപിതരുടെ അവകാശങ്ങളും നിയമസഹായവും. കുറ്റാരോപിതരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾക്കും ചില അവകാശങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്ക് നീതി ഉറപ്പാക്കുകയും അവർ എതിരെയുള്ള, അതായത് അവർ കുറ്റം തെളിയിക്കുന്നത് വരെ അവർ സംരക്ഷിക്കേണ്ടതും ചുമതല പിന്നെ നിയമാധികാരികൾക്കുണ്ട്. നിരപരാധിത്വത്തിൻ്റെ അനുമാനം അതും നോക്കണം. എങ്ങനെയാണ്? കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ വ്യക്തികൾ നിരപരാധികളായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. പിന്നെ നിശബ്ദതയ്ക്കുള്ള അവകാശം, അതായത് കുറ്റാരോപിതരായ വ്യക്തികൾ സ്വന്തം സാക്ഷ്യപ്പെടുത്താൻ നിർബന്ധിക്കാൻ പറ്റില്ല. അയാൾ സൈലൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ സൈലൻ്റായിട്ട് നിന്നോട്ടെ എന്ന് തന്നെ കരുതേണ്ടി വരും. പിന്നെ നിയമപരമായ പ്രാതിനിധ്യത്തിനുള്ള അവകാശം എന്ന് വെച്ചാൽ കുറ്റാരോപിതർക്ക് ഒരു അഭിഭാഷകനോടുള്ള അവകാശമാണത്. അതായത് അവർക്കൊരു അഭിഭാഷകനെ വെക്കാം, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനോട് ഉപദേശങ്ങൾ തേടാം, അതിനുള്ള അധികാരം. പിന്നെ കുറ്റാരോപണങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശം, തനിക്കെതിരെയുള്ള കുറ്റം എന്താണെന്നും അങ്ങനെ തനിക്കെതിരെ കുറ്റം ആരോപിക്കപ്പെടാണ്ടായ കാരണങ്ങൾ എന്താണെന്നും അറിയാൻ ആ വ്യക്തിക്ക് അവകാശമുണ്ട്. പിന്നെ അപ്പീൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. വേഗത്തിലുള്ളതുമായ വിചാരണയ്ക്കുള്ള അവകാശമൊക്കെ ഒരു കുറ്റാരോപിതനാണ്. അതായത് അത്രത്തോളം പരിഗണന നൽകിക്കൊണ്ടാണ് ഒരു വ്യക്തിയെ കുറ്റാരോപിതനായിട്ട് കണക്കാക്കാനാവുന്നതാണ്. ഇനി നിയമസഹായങ്ങൾ എന്തൊക്കെയാണ്? നിയമപരമായ പ്രാതിനിധ്യം താങ്ങാൻ കഴിയാത്തവർക്ക് നീതിയിലേക്കുള്ള പ്രവേശനം നിയമസഹായം ഉറപ്പാക്കുന്നുണ്ട്. സൗജന്യ നിയമസഹായ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. കോടതിയുടെ കർത്തവ്യങ്ങൾ കോടതി ചെലവില്ലാതെ നിറവേറ്റുന്നുണ്ട്. ഇതൊക്കെ ആണെന്ത് പിന്നെ നിയമസഹായം എന്ന് പറയുന്നത്. ഇനി കോടതി നടപടികളും ശിക്ഷാവിധികളുമാണ്. കോടതിയുടെ നടപടിക്രമങ്ങൾ പറഞ്ഞാൽ ക്രിമിനൽ നടപടികൾ CRPC പോലെയുള്ള എന്താ പറയുക, അത് വിവരിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് ക്രിമിനൽ നടപടികളുണ്ട് BNSSന് പിന്തുടരുന്നുണ്ട്. അതായത് അന്വേഷണവും കുറ്റാരോപണങ്ങളും പിന്നെ പീഡനങ്ങൾ തടയൽ, അതുപോലെ പ്രീ ട്രയലിനുള്ള അനുമതി കൊടുക്കുക, ഒരു ട്രയൽ നടത്തി നോക്കാനുള്ള അനുമതി നോക്കുക, കുറ്റം ചുമത്തൽ, പ്രതികൾക്കെതിരെ കോടതി ഔപചാരികമായ കുറ്റം ചുമത്തും. ഇനി എന്താണ് ട്രയൽ എന്ന് പറഞ്ഞാൽ? തെളിവുകളുടെ അവതരണം അതിൽ വരും. അതായത് ഓരോ എന്താ പറയുക, ഇത് രണ്ട് പക്ഷത്തും സാക്ഷികളുണ്ടാവില്ല, ആ സാക്ഷികളും രേഖകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കലാണ് തെളിവുകളുടെ അവതരണം എന്ന് പറയുന്നത്. പിന്നെ വിസ്താരവും ക്രോസ് വിസ്താരവും, അവരുടെ മൊഴികളുടെ വിശ്വസ്തത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷികളെ വിസ്തരിക്കുക, പിന്നെ ക്രോസ് വിസ്താരം ചെയ്യുക. മറ്റൊന്ന് വിഭവങ്ങളാണ്. തെളിവുകളെ അടിസ്ഥാനമാക്കി പ്രോസിക്യൂഷനും പ്രതിവാദത്തിനും അവരുടെ വിഭവങ്ങൾ അവതരിപ്പിക്കാം. പിന്നെ ഫെയർ ട്രയൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ന്യായമായ ട്രയൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിഷ്പക്ഷ ജഡ്ജി ഉണ്ടായിരിക്കണം. പിന്നെ ഒന്ന് വരുന്നത് പൊതുവിചാരണയായിരിക്കണം, എല്ലാവരും പബ്ലിക്കിൽ വെച്ച് വിചാരണ ചെയ്യണം. പിന്നെ സാക്ഷികളെ അഭിമുഖീകരിക്കാനുള്ള അവകാശം, പിന്നെ വിധി, അവസാനം വരുന്നതാണ് വിധി. ഇനി ശിക്ഷാവിധി എന്താണ്? ദർശനത്തിന് ശേഷം, അതായത് പരസ്പരമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോടതി ഉചിതമായ ശിക്ഷ നിർണ്ണയിക്കുന്നു. അതുതന്നെയാണ് എന്ത് ശിക്ഷാവിധി എന്ന് പറയും. ഇനി ശിക്ഷയുടെ തരങ്ങളുണ്ട്. തടവ് ശിക്ഷാരീതിയാണ്. ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി ഒരു ശിക്ഷാരീതിയാണ്. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് അഥവാ പ്രൊബേഷൻ കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ശിക്ഷാരീതി. ഇനി അപ്പീൽ ആൻഡ് റിവ്യൂ ആണ്. അപ്പീൽ ചെയ്യാനുള്ള അവകാശം. ഇത് അപ്പീൽ ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ പ്രതിവാദ കേസുകളുടെ പീഡന കേസുകൾ വലിയ കോടതികളിൽ വിധി വന്നു കഴിഞ്ഞാൽ, ചെറിയ കോടതികളിൽ വിധി വന്നാൽ വലിയ കോടതികളിൽ പ്രവേശിക്കാനുള്ള അനുമതിയാണ് കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഒന്നുകൂടി ആ കോടതിക്ക് റിവ്യൂ ചെയ്യാനുള്ള അധികാരം. ഇനി അടുത്തത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയും. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഭാരതീയ സാക്ഷ്യ അധിനിയം എന്താ നോക്കുക. ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ ആണെന്ന് പറയുക ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയാം. ഇന്ത്യയിലെ തെളിവുകളുടെ നിയമത്തിൻ്റെ ചട്ടക്കൂട് വിശദീകരിക്കുന്ന ഒന്നാണത്. പ്രാഥമിക ഭാഗത്ത് അതിൻ്റെ ശീർഷകം, വ്യാപ്തി, ആരംഭം, നിർവചനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്. അത് ആക്ടിനെ മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഉള്ള ഒരു അടിസ്ഥാനം അത് നോക്കുന്ന ഒരാൾക്ക് നൽകുന്നു. അതിൽ ഹ്രസ്വ ശീർഷകമുണ്ട്. ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നറിയപ്പെടുന്ന ഇത് സാധാരണയായിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റാണ് കേട്ടോ. അത് പറഞ്ഞല്ലോ നമ്മൾ. ഇനി അതിൻ്റെ വിസ്താരത്തിൽ വരുന്നത് നിയമം അനുശാസിക്കുന്ന നിർദ്ദിഷ്ട നിർദ്ദേശങ്ങൾക്കോ ആളുകൾക്കോ ബാധകമായേക്കാവുന്ന ചില ഒഴിവാക്കലുകളോ പരിഷ്കാരങ്ങളോ സഹിതം ഈ നിയമം ഇന്ത്യ മുഴുവനും വ്യാപിക്കും. അതായത് ഇന്ത്യ മുഴുവനും ആ പരിഷ്കാരങ്ങളോട് കൂടിയിട്ട് അത് നടപ്പിലാക്കപ്പെടും. പിന്നെ തുടക്കം. ആക്ട് അതിൻ്റെ ആരംഭ തീയതിക്ക് വ്യക്തമാക്കുന്ന ഒറിജിനൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുമെന്നാണ് പ്രസ്താവിച്ചത്. എന്തെങ്കിലും ഭേദഗതികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്ടിൽ വരുത്തിയ പുനരവലോകനങ്ങൾ അതുപോലെ മറ്റുള്ള നിയമങ്ങൾ നിർദ്ദിഷ്ട ആരംഭ തീയതികൾ എന്ന് മുതലാണോ അത് തുടങ്ങിയത് അന്ന് മുതൽ അത് അറിയിച്ചിട്ടാണ് നടപ്പിലാക്കുക. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ്, അതായത് ഡെഫിനിഷൻസ്, ഇതിൻ്റെ നിർവചനങ്ങൾ.
കോടതി എന്താണ്? എല്ലാ ജഡ്ജിമാരെയും മജിസ്ട്രേറ്റുമാരെയും അതുപോലെ തെളിവെടുക്കാൻ നിയമപരമായിട്ട് അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റുള്ളവരെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണെന്ത് കോടതി എന്ന് പറയുന്നത്. ഇനി വസ്തുത, ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കാൻ കഴിക്കുന്നതായ എന്തും ഉൾപ്പെടുന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. പിന്നെ പ്രസക്തമായത് എന്താണ്? രണ്ട് വസ്തുതകൾ തമ്മിലുള്ള ബന്ധം പരസ്പരം തെളിയിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ വിവരിക്കുന്നതാണ് പ്രസക്തമായത് എന്ന് പറയുന്നത്. തെളിവാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെയും തെളിവായിട്ട് വരുന്നത്. ഇനി പ്രമാണം, ആകാരം, അത് പിന്നെ ഇപ്പോൾ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കേസ് രേഖപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള അക്ഷരങ്ങൾ, കണക്കുകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്ന ഏതൊരു കാര്യവും എന്താണ്? പ്രമാണമായിട്ട്, അതായത് ഒരു കേസിൻ്റെ രേഖാപരമായിട്ടുള്ള എന്തും അതെന്താണ്? ഒരു പ്രമാണമാണ്. പിന്നെ തെളിയിക്കപ്പെട്ടതും നിരാകരിച്ചതും പെടാത്തതുമായിട്ടുള്ള വസ്തുതകളും ഉണ്ടാവും കേട്ടോ, അതും കൂടി അതിൽ ഉൾപ്പെടും. ഇനി ഇതിൽ വരുന്നത് വസ്തുതകളുടെ പ്രസക്തിയാണ്. വസ്തുതകളിൽ തന്നതായ തെളിവുകളും പ്രസ്താവനകളും തെളിവുകളും നൽകണം. രണ്ടാമതായിട്ട് ഓരോ ഇടപാടിൻ്റെ ഭാഗമായ വസ്തുതകളുടെ പ്രസക്തി വിഭാഗം 6 സെക്ഷൻ 6 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഡ്മിഷനുകൾ, അതിൻ്റെ നിർവചനവും പ്രാധാന്യവും. പ്രവേശനം നിർവചിക്കുന്നത്, പ്രവേശനം എന്നത് വാക്കാലുള്ളതോ രേഖാമൂലമുള്ളതോ ആയ ഏതെങ്കിലും പ്രസ്താവനയാണ്. അതായത് ഒരാൾ കുറ്റം ചെയ്തു, ഇന്നതാണ് കുറ്റം എന്ന് ഒരാൾ പോയി പറയില്ല, അത് വാക്കാലാവാം എഴുതി കൊടുത്തതാവാം, അതിനെയാണ് പ്രവേശനം എന്ന് പറയുക കേട്ടോ. ഈ പ്രവേശനം പലതരത്തിൽ നടത്താം. ഒന്ന് വാമൊഴിയായിട്ട് നടത്താം, മറ്റൊന്ന് എഴുതുന്ന രൂപത്തിൽ കൊടുക്കാം, ഇനി ഒന്ന് പെരുമാറ്റത്തിലൂടെയും നടത്താം. അതായത് ഒരു വ്യക്തി സംഭാഷണത്തിലോ രേഖാമൂലമോ ഒരാൾക്ക് പണം കടപ്പെട്ടിരിക്കുന്നുവെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രവേശനം ബന്ധപ്പെട്ട നിയമ നടപടികളിൽ തെളിവുകൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. ഇനി ഇതിൽ വിവിധ സെക്ഷനുകളിലായിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പ്രവേശനത്തെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകളുണ്ട്. ഒന്ന്, നിർണായക തെളിവല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, തെളിവുകൾ എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം. മൂന്നാമത്തത്, ആർക്കൊക്കെ പ്രവേശനം നടത്താം എന്നുള്ളത്. അപ്പോൾ ഒരു പാർട്ടി പ്രവേശനം നടത്താം. ഒരു കരാർ തർക്കത്തിൽ കരാറിൻ്റെ ഒരു പ്രത്യേക ഭാഗം തങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് മറ്റൊരു കക്ഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്താണ്? വാക്കാലുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ നമുക്കതിൽ എന്തുറപ്പുണ്ട്? ഇല്ല, ഒരു ഉറപ്പില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഇനി ക്രിമിനൽ നടപടികളിലെ കുറ്റസമ്മതമാണ്. ക്രിമിനൽ കേസുകളിൽ കുറ്റസമ്മതം സ്ഥാപിക്കുന്നതിന് കുറ്റസമ്മതം നിർണായകമാണ്. എന്നാൽ കുറ്റാരോപിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജുഡീഷ്യൽ പ്രക്രിയയുടെ സമഗ്രത നിലനിർത്തുന്നതിനും അവരുടെ സ്വീകാര്യത കർശനമായിട്ട് നിയന്ത്രിക്കപ്പെടണം. ഇനി പ്രധാന നിയമ തത്വങ്ങൾ, കീ ലീഗൽ പ്രിൻസിപ്പിൾസ്. ഒന്ന്, കുമ്പസാരങ്ങളുടെ സന്നദ്ധത, അതായത് ഏറ്റുപറച്ചിലുകളുടെ സന്നദ്ധത. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഏറ്റുപറയാൻ തയ്യാറാവുക. മറ്റൊന്ന് പ്രേരണ, ഇനി ഒന്ന് ഭീഷണി, മറ്റൊന്ന് വാഗ്ദാനം. അപ്പോൾ സന്നദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ തന്നെ സമ്മതിക്കലാണ് അല്ലേ, അതാണ് സന്നദ്ധത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു സംഗ്രഹം കൊടുക്കുകയാണ് അധിനിയത്തിൻ്റെ കേട്ടോ. അനുചിതമായ മാർഗങ്ങളിലൂടെ നേടിയ കുറ്റസമ്മതം നിയമ നടപടിയുടെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്ന സ്വമേധയാ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ കോടതിയിൽ അസ്വീകാര്യമാണ് എന്ന് സാക്ഷികൾക്ക് എന്ന് വിളിക്കാൻ കഴിയുന്ന വ്യക്തികളുടെ പ്രസ്താവനകളെ അംഗീകാരമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു അധിനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പ്രധാന നിയമ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, കേൾവി നിയമം. ലഭ്യമല്ലാത്ത വ്യക്തികളുടെ പ്രസ്താവനകളുടെ പ്രസക്തി. ഇത് രണ്ടുമാണ് അതിൽ കേട്ടോ. ഇനി മരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്, അതായത് ലഭ്യമല്ലാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നാമത്തെ. എന്നാൽ തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആസന്നമായ മരണത്തിൻ്റെ കാരണമോ സാഹചര്യമോ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയാണത്. പിന്നെ മറ്റൊന്ന്, താല്പര്യത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ. മൂന്നാമത്തത്, കോഴ്സ് ഓഫ് ഡ്യൂട്ടിയിൽ നടത്തിയ പ്രസ്താവന, അതായത് ഡ്യൂട്ടി സമയത്ത് നടത്തിയ പ്രസ്താവനകൾ. നാലാമത്തത്, പെഡിഗ്രിയുടെ പ്രഖ്യാപനങ്ങളാണ്. കുടുംബ ബന്ധങ്ങളെ, വിവാഹം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വംശപരമ്പരയെക്കുറിച്ചുള്ള വസ്തുതകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് പെഡിഗ്രിയുടെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മരണത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തിയ പ്രസ്താവന, അതായത് ഒരു കുറ്റാരോപിക്കപ്പെട്ട വ്യക്തി മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കില്ല, ആ സമയത്ത് കിട്ടുന്ന വിവരങ്ങൾ. ഇനി പ്രദേശത്തിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നിയമപരമായ മുൻവിധികളും നിയമങ്ങളും ഒരു പ്രദേശത്തിന് ബാധകമാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രത്യേകം ചോദിക്കുക കേട്ടോ. നിയമ നടപടികളിൽ ഒരു കേസിൽ വസ്തുതകളെ പിന്തുണക്കുന്നതിനോ തെളിയിക്കുന്നതിനോ ഹാജരാക്കിയ രേഖകളെയാണ് ഡോക്യുമെൻ്ററി തെളിവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡോക്യുമെൻ്ററി തെളിവിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, പ്രമാണങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ തെളിവ്. രണ്ടാമത്തത്, ഡോക്യുമെൻ്ററി തെളിവുകളുടെ ഉള്ളടക്കത്തിൽ സാധാരണയായിട്ട് എന്തൊക്കെയാണ്? പ്രമാണം തന്നെ നിർമ്മിക്കുന്നതിലൂടെ തെളിയിക്കപ്പെടുന്ന ചില മികച്ച തെളിവുകൾ ലഭ്യമാകും. അതുപോലെ ഒഴിവാക്കലുകൾ ബാധകമെങ്കിൽ ഒരു ക്രിമിനൽ പ്രമാണത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ തെളിവായിട്ട് തിരഞ്ഞെടുക്കേണ്ടാത്തതിനെ നമുക്ക് മാറ്റി നിർത്താനും കഴിയും. ഇനി ഡോക്യുമെൻ്ററിയുടെ
ഡോക്യുമെൻ്ററി തെളിവുകളുടെ തരങ്ങളുണ്ട്, വിവിധ തരങ്ങളുണ്ട്. ഒന്ന് പ്രാഥമിക തെളിവ്, മറ്റൊന്ന് ദ്വിതീയ തെളിവാണ് കേട്ടോ. അതായത് ആദ്യം കിട്ടുന്ന തെളിവ്, രണ്ടാമത് അതിൻ്റെ പിന്നാലെ പോയിട്ട് പിന്നെ കിട്ടുന്ന തെളിവുകളാണ്. ഇനി ബേർഡൺ ഓഫ് പ്രൂഫാണ്, തെളിവിൻ്റെ ഭാരം. എന്താ തെളിവിൻ്റെ ഭാരം? തർക്കത്തിലുള്ള വസ്തുതകൾ തെളിയിക്കാൻ ആരാണ് ഉത്തരവാദി എന്ന് നിർണ്ണയിക്കുന്ന നിയമ നടപടികളിലെ അടിസ്ഥാന തത്വമാണ് തെളിവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അതാണ്. പിന്നെ എസ്റ്റോപ്പലാണ്. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കക്ഷിയെ അവരുടെ മുൻ പെരുമാറ്റത്തിനോ പ്രാതിനിധ്യത്തിനോ പൊരുത്തമില്ലാത്ത ഒരു നിയമ നടപടിയിലോ സ്ഥാനം എടുക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു നിയമപരമായ സിദ്ധാന്തമാണ് എസ്റ്റോപ്പൽ ബൈ കണ്ടക്ട് എന്നാണ് പറയുക കേട്ടോ. പ്രത്യേകിച്ചും ഒരു പെരുമാറ്റം മറ്റൊരു കക്ഷിയെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ എസ്റ്റോപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ന്യായമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിനും നിയമപരമായ സന്ദർഭത്തിലെ അന്യായമായ ഫലങ്ങൾ തടയുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആരാണ് സാക്ഷികൾ? നിയമ നടപടികൾ ന്യായമായ വിചാരണയും പ്രസക്തമായ തെളിവുകളുടെ ഫലപ്രദമായ അവതരണവും ഉറപ്പാക്കുന്നതിന് ആർക്കാണോ സാധിക്കുക അവരെയാണെന്ന് പറയാം സാക്ഷികൾ എന്ന് പറയാം. ആർക്കാണ് സാക്ഷ്യപ്പെടുത്താൻ കഴിയുക? സാക്ഷികളുടെ കഴിവ്, അതായത് കഴിവുള്ള ആളായിരിക്കണം. പിന്നെ യോഗ്യതയ്ക്കുള്ള പൊതുവായ ആവശ്യകതകളിൽ ഉൾപ്പെടുന്നത് പ്രായമാണ്, അതായത് കുറഞ്ഞ പ്രായമുള്ള വ്യക്തിയായിരിക്കണം. വ്യക്തിപരമായ അറിവ് പരസ്പരമുള്ള ആളായിരിക്കണം. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഒരാളെ എന്തായിട്ട് കണക്കാക്കുന്നത്? സാക്ഷിയായിട്ട് കണക്കാക്കുന്നത്. ഇത്രയാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്.